ഗൈസ് 2024 ഏറ്റവും അധികം റിട്ടേൺസ് തരുന്ന നിങ്ങൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പറയട്ടെ. എന്നാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് അസറ്റ് ക്ലാസസിലേക്ക് ഏതൊക്കെ പ്രപ്പോർഷനിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലെ നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അല്ലാതെ ആർക്കും ഒരു പബ്ലിക് മീഡിയത്തിൽ ഓക്കെ ഇന്ന കമ്പനിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് നല്ലത് എന്നൊരു ജനറിക് അഡ്വൈസ് ആർക്കും കൊടുക്കാൻ പറ്റില്ല. പേഴ്സണൽ ഫൈനാൻസിനെ പേഴ്സണൽ ഫൈനാൻസ് എന്ന് വിളിക്കുന്നതിന് ശരിക്കും ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ പല ഫാക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ എത്ര നാളത്തേക്കാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് എന്താണ്, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി ഫണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്.